പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ദി ഹയസ്റ്റ് പീക്ക് ഓഫ് ഈസ്റ്റേൺ ഗട്ട്സ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദഗഡ. ജിന്ദഗഡയുടെ ഉയരം 1690 മീറ്റർ ആണ്. ജിന്ദഗഡയുടെ ഉയരം 1690 മീറ്റർ. അപ്പോൾ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദഗഡ. ജിന്ദഗഡയുടെ ഉയരം 1690 മീറ്റർ. ഇത് ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം മറന്നുപോകരുത്, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദഗഡ. ജിന്ദഗഡയുടെ ഉയരം 1690 മീറ്റർ ആണ്. ജിന്ദഗഡ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നമ്മുടെ മറ്റൊരു പ്രശസ്തമായ അർമാകൊണ്ട. അർമാകൊണ്ടയും ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അർമാകൊണ്ടയും ആന്ധ്രാപ്രദേശിന്റെ ഭാഗമാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ജിന്ദഗഡ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്നു. ഉയരം 1690 മീറ്റർ ആണ് ജിന്ദഗഡയുടെ ഉയരം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അർമാകൊണ്ടയാണ്. അർമാകൊണ്ടയും ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൂർവ്വഘട്ടത്തിലെ 1ഉം 2ഉം സ്ഥാനത്തുള്ള കൊടുമുടികളുടെ പേര് ഓർത്തുവയ്ക്കുക. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദഗഡയുടെ ഉയരം 1690 മീറ്റർ. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അർമാകൊണ്ടയും ജിന്ദഗഡയും ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി പൂർവ്വഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആകർഷണങ്ങളായ അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ആകർഷക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പൂർവ്വഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഒന്ന് നമ്മുടെ മഹേന്ദ്രഗിരി കുന്നുകൾ, ഒഡീഷയിലെ തന്നെ മഹേന്ദ്രഗിരി കുന്നുകൾ. ഒഡീഷയിലെ മഹേന്ദ്രഗിരി കുന്നുകൾ പൂർവ്വഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷക കേന്ദ്രമാണ്. മഹേന്ദ്രഗിരി കുന്നുകൾ ഒഡീഷയിലാണ് മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷക കേന്ദ്രമായ സുഖവാസ കേന്ദ്രമാണ് ഏർക്കാട്, തമിഴ്നാട്ടിലെ ഏർക്കാട്. അപ്പം മറന്നുപോകരുത്, പൂർവ്വഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഒന്ന് ഒഡീഷയിലെ മഹേന്ദ്രഗിരി കുന്നുകൾ, മറ്റൊന്ന് തമിഴ്നാട്ടിലെ ഏർക്കാട് തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ സുഖവാസ കേന്ദ്രമാണ് ഏർക്കാട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പശ്ചിമഘട്ടം, അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്ന പശ്ചിമഘട്ടവും ഈ പറയുന്ന നമ്മുടെ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കിടക്കുന്ന പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി. അതായത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി. മറന്നുപോകരുത്, അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്ന പശ്ചിമഘട്ടവും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കിടക്കുന്ന പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ പ്രശസ്തമായ ഊട്ടി. നീലഗിരിയുടെ റാണിയാണ് ഊട്ടി. അപ്പൊ നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി. നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ദോഡ ബെട്ട. നീലഗിരിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ദോഡ ബട്ട. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പശ്ചിമഘട്ടവും അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്ന പശ്ചിമഘട്ടവും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കിടക്കുന്ന പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി. ഇനി നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ദോഡ ബട്ട. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പറയുകയാണ്. നമ്മുടെ പൂർവ്വഘട്ടത്തെക്കുറിച്ച് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഇടമുറിഞ്ഞ് കാണപ്പെടുന്ന മലനിരകളാണ് പൂർവ്വഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന ഇടമുറിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം എന്തുകൊണ്ട് ഇടമുറിയുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കിഴക്കോട്ടൊഴുകുന്ന വലിയ നദികളായ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി തുടങ്ങിയ കിഴക്കോട്ടൊഴുകുന്ന വലിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടലിൽ വന്ന് പതിക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റനിരകളാണ് ദണ്ഡകാരണ്യം. അതായത്
ഈ പറയുന്ന മഹാനദി ഗോദാവരി നദികൾക്കിടയിലാണ് ദണ്ഡകാരണ്യം സ്ഥിതി ചെയ്യുന്നത്. അതായത് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റ നിരകളാണ് ദണ്ഡകാരണ്യം, മഹാനദി, ഗോദാവരി നദികൾക്കിടയിലായി വ്യാപിച്ച് കിടക്കുന്നു. ഇനി നമ്മുടെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്തഗഡയുടെ ഉയരം 1690 മീറ്റർ, ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്നു. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് അർമാകൊണ്ടയും ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. പൂർവ്വഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്, ഒന്ന് ഒഡീഷയിലെ മഹേന്ദ്രഗിരി കുന്നുകൾ. പൂർവ്വഘട്ടത്തിലെ ഒരു പ്രധാന ആകർഷണമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. ഒഡീഷയുടെ ഭാഗമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. പൂർവ്വഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ ഏർക്കാട്. അപ്പോൾ പൂർവ്വഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ് മഹേന്ദ്രഗിരി കുന്നുകളും ഏർക്കാടും. മഹേന്ദ്രഗിരി കുന്നുകൾ ഒഡീഷയിലും ഏർക്കാട് തമിഴ്നാട്ടിലുമാണ്. ഇനി പൂർവ്വഘട്ടം നമ്മുടെ അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്ന പശ്ചിമഘട്ടവും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കിടക്കുന്ന പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി. ഓർക്കുക, അറബിക്കടലിന് സമാന്തരമായി കിടക്കുന്ന പശ്ചിമഘട്ടവും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കിടക്കുന്ന പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി. നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ദോഠാബട്ട. അപ്പോൾ മറന്നുപോകരുത്, നീലഗിരിയുടെ റാണി ഊട്ടി, നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ദോഠാബട്ട.